തിരുമ്പാൻ കൊണ്ടുപോകും. തിരുമ്പാൻ കല്യാണം ഇതിന്റെ ഉള്ളിലൊക്കെ പോക്കാണ്. ഫുള്ള് പൊടിയായിട്ട് കൊണ്ടുപോകാം. അപ്പൊ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കർക്കിടക സംക്രാന്തി പണിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. ബട്ട് എനിക്ക് തന്ന പണി റൂം വൃത്തിയാക്കാൻ. അപ്പൊ റൂമിന്റെ കോലം കണ്ടില്ല ഗൈസ് നിങ്ങൾ? അലങ്കോല വെച്ചാൽ അമ്മാരി അലങ്കോല ആണ് റൂമിന്റെ കോലം. അപ്പൊ നമുക്കിത് സെറ്റാക്കി എടുത്താലോ? ചളിയാ ഗൈസ്, ഫുള്ള് ചളിയാ കേട്ടോ. ഒക്കെ വൃത്തിയാക്കാം. അപ്പൊ ഗൈസ് നമ്മള് മേശകളൊക്കെ നീക്കിയിട്ട് അടിച്ചു വരാണ് അങ്ങോട്ട്. പിന്നെ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഈ വെളിച്ചം ഉണ്ടായിട്ട് കാണില്ലല്ലേ. വെയിറ്റ്, വഴി ഉണ്ടാക്കാം. നമുക്ക് ഇതിന്റെ ബാക്കിലുള്ളതൊക്കെ ഇല്ലേ, ഈ അൽമാരൊക്കെ ഇപ്പൊ നീക്കി. ഇനി ഇതിന്റെ ബാക്കിലുള്ള ഈ പൊടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പത്തരക്ക് തുമ്മല് പിടിച്ച്. അങ്ങനെ ഫ്രണ്ട്സ് ആ മേശേൻ്റെ ബാക്കിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ തൂത്ത് വാരാണ്. കാരണം എപ്പോഴും ഈ മേശ നീക്കിയിട്ട് അടിച്ച് വാരാൻ പറ്റത്തില്ല, നല്ല വെയിറ്റ് ഉള്ളതല്ലേ, അതിൽ തുണികളൊക്കെ കാര്യങ്ങളിലല്ലേ. അപ്പോൾ ഇത് എപ്പോഴും നീക്കാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഓരോ പരിപാടികളും ഈ ഓണം അടുപ്പിച്ചോ വിഷു അടുപ്പിച്ചൊക്കെ ഇങ്ങനെ വൃത്തിയാക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് വൃത്തിയാക്കും. അല്ലാണ്ട് നമ്മൾ വൃത്തിയാക്കുകയൊക്കെ ചെയ്യും. ബട്ട് ഇങ്ങനെ വലിയ സാധനങ്ങളൊന്നും നീക്കിയിട്ട് അങ്ങ് പണിയെടുക്കലൊന്നുമില്ല. അല്ലാണ്ട് ജസ്റ്റ് ഇവിടെ കാടിനോടത്തൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കിയിട്ട് ഒതുക്കി വെക്കും, അങ്ങനെയൊക്കെ ഉള്ളു. അല്ലാണ്ട് വലിയ സാധനങ്ങളൊന്നും നീക്കിയിട്ട് അടിച്ചു വാരലൊന്നുമില്ല. അതെന്തെങ്കിലും പരിപാടിയൊക്കെ എന്തെങ്കിലും അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോഴാണ് കറണ്ട് പോയത്. കറണ്ട് പോകാൻ പറ്റിയിട്ടായി. ഞാൻ നോക്കി എന്തെങ്കിലും അടിച്ചു പോയോ, ഇനിയിപ്പോൾ ഞങ്ങൾ നീക്കണേടെ എന്തെങ്കിലും പോയോ നോക്കിയപ്പോൾ കറണ്ട് പോയി ഗൈസ്. അങ്ങനെ ഉണ്ടാവും കൂടി രണ്ടാമത് നീക്കാൻ പോയിട്ടാ. അങ്ങനെ ഞാൻ ഒറ്റൊരു നീക്കിയപ്പോഴത്തേക്കും കറണ്ട് വന്നു ഗൈസ്. അങ്ങനെ കറണ്ട് ലേറ്റ് ഇടാൻ പോയി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാണാം. ഞാൻ പഠിച്ചു നീക്കോ പിന്നെ അതിന്റെ കൂടെ വീടിന്റെ അവസ്ഥ കണ്ടാൽ മതി. അത് നീക്കണം, അത് നീക്കേണ്ടത് നീക്കിട്ട് കാര്യമില്ല. അത് നീക്കണമെങ്കിൽ അത് ശരിക്കും അല്ലാണ്ട് ശരിയല്ല. അല്ല കണ്ടാൽ നീക്കല്ലേ നീ കേറുള്ളു. അല്ലേ നീക്കല്ലേ? അമ്മനെ ബാഹുബലിയേ, അയ്യോ ഞാൻ അങ്ങനെ മോഹൻ ഇപ്പൊ ക്ലിയർ ആവിന്റെ മോത. അല്ലെ കണ്ട നിക്കണത് എന്നല്ലടാ, നമുക്ക് വീട്ടിൽ പോണ്ടേ. ഇപ്പൊ നിങ്ങള് വിചാരിക്കോ വീട്ടിലുള്ള വലിയവരെവിടെ? ഒരൊക്കെ പഠിക്കേ, ഇത്ര നിങ്ങൾ അല്ലേ വരകൂ. അതടിക്ക് താഴെ കട്ടി തന്നെ ഗൈസ്. വേണ്ട താഴെ നീക്കിയിട്ട് എനിക്കിത് നീക്കിയിട്ടൊന്നും അടിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ നീക്കി അടിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓണത്തിന്റെ ആ ഒരു ഓണത്തിന്റെ അല്ല, കർക്കിടകത്തിന്റെ കല്യാണം പോക്കുക, കഴിച്ചീനെ വെത്തിക്കുക. അപ്പം അതിനുള്ള സാമഗ്രി തുടച്ചില്ല അടിച്ചു തരാം. അവിടെ തുടക്കി പിന്നെയും. പക്ഷെ ഇത് അൽമറ നീക്കാണ്ട് എനിക്ക് അങ്ങോട്ടേക്കുള്ള തട്ടാൻ പറ്റില്ല. ഇത് നീക്ക്, ഇത് അങ്ങനെയൊന്നല്ലടാ, നിങ്ങൾ ആൺകുട്ടികളുണ്ടായിട്ട് നിങ്ങൾ എന്തൊക്കെ എങ്ങനെ സഹായിക്കാൻ വരാത്ത? വേണ്ടത് അച്ഛൻ വന്നിട്ട് വെക്കാം. എനിക്ക് വയ്യ, നീ നീക്ക. അതില്ലേ ആ കടക്ക കട്ടില് നീലേ. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഗൈസ്. അത് ഇത് കംപ്ലീറ്റഡ്. ചാർജില്ല. അയ്യോ, ആ പെട്ടി നിറക്കി കൂടെ ഇരുന്നോ?
ഞാൻ ആക്കി തരാം. ഞാന് അതിന്റെ മുകളിലുള്ള ഇറക്കി തരാം. അപ്പൊ ഗൈസ് നമുക്ക് അതിന്റെ മുകളിലുള്ള അത് വലിയമ്മന്റെ പാത്രാ. ഇത് വലിയമ്മ കൊണ്ടുപോകണം. ഒന്നും വിചാരിക്കണ്ടല്ലേ. അതെ ഒന്നും വിചാരിക്കല്ലേ. എനിക്ക് പോണം, സമയമായി. എനിക്കങ്ങോട്ട് വരണ്ടേ? ഗൈസ് നമുക്ക് അതിന്റെ മുകളില് അതും ഫാനും തട്ടണം കേട്ടോ. ഇന്ത്യന്റെ മുകളിലുണ്ട് തട്ടാണ്ട്. ഞാനായില്ല അവിടെ കേട്ടെ. ഞാൻ ഇതൊന്ന് നോക്കട്ടെ. നമുക്ക് ഇങ്ങനെയൊക്കെ കയറാട്ടോ. ഇത് ഇതിൽ ലാപ്പിന്റെ കാര്യങ്ങളെല്ലാം നമ്മളെ ഇതിവിടെ തുടച്ചിട്ട് കയറ്റിയേക്കാം. ഇതൊന്ന് തുടച്ചാണ്ട് അതിന്റെ മുകളിൽ അടിച്ചിട്ടുണ്ടോ? കയറ്റി വെക്കട്ടെ. ഇടണേ കുഴപ്പമില്ലല്ലോ. ഇതെന്താന്ന് നിങ്ങൾ വിചാരിക്കും. ഫുള്ള് മറയിലാട്ടാ, പേടിക്കണ്ട. ഇതെന്താന്ന് വെച്ചാൽ ഇത് ചേച്ചിന്റെ ഡ്രോയിങ്സാ. ചെറുതാകുമ്പോ ചെറുതാകുമ്പോ വരച്ചേട്ടാ. വേറെ ഒന്നല്ല, വേസ്റ്റ് ഒന്നല്ല, ഫുള്ളും വരയുണ്ട്. അതൊക്കെ ചേച്ചി എടുത്ത് വെച്ചത് കണ്ടാ. വരച്ചതാവളോ, ഒക്കെ വരച്ചതാ. ഒക്കെ സ്റ്റോക്ക് ആക്കിയിട്ട് ഒരുപാടുണ്ട്, ഒരുപാട്. ഓക്ക് വേണ്ടി വരും. അത് വേണ്ടല്ലേ? ഇനി നമുക്ക് ഇതിന്റെ മുകളിലുള്ള മാല മഴയാതെ ഇത് എന്നിട്ട് അങ്ങോട്ട് വെച്ചാളേ. ആ പെട്ടി ഇറക്കാൻ എന്താ ചെയ്യും? പെട്ടി ഇറക്കാൻ അവിടെ കസാല ഇട്ടിട്ട് കയറേണ്ടി വരും. എവിടെ? ഇവിടെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് തള്ളിയിട്ടാ കുഴപ്പമില്ല. അപ്പത്തേക്ക് എത്തൂല. വീടാനും പോയി അത്രയുണ്ട്. ഞാൻ എന്തോ ഒരു ഇതിൽ നിക്കുക. തലയിലേക്ക് തലയിലേക്ക് വെക്കുക. തലയിലേക്ക് അങ്ങോട്ട് താഴത്തെ ഇട്ടൂട്. അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് മാറിക്ക്. പൊട്ടിയോ? പൊട്ടൊന്നുമില്ല. ഇനി അത് മതി. അത് പിന്നെ അതിനകത്ത് വെയിറ്റ് ഇല്ല, താഴത്തേക്ക് ഇട്ടതാ. രണ്ട് കണക്കാ. ഞാൻ അതിന്റെ കൂടെ ചൂടോട്ട് തട്ടതാ. കൊട നല്ല കൊറേ കൊടണ്ടല്ലോ. ആ ചൂലോട്ട് തട്ടിക്കണം. ഈ പുതിയ ഇതൊക്കെ പറഞ്ഞാല് വേണ്ടെങ്കിൽ ഒന്നോട്ട് ആർക്കെങ്കിലും അവിടെ കൊടുക്കുള്ളൂ. ഇത് ഇടൂല്ല, ഒക്കെ എടുത്തേക്കൂ. ഇത് ഇവിടെ തന്നെ വെക്കല്ലേ? ഈ മേശ തുറച്ചതാ? ഇല്ലല്ല, മേശ തുറക്കുള്ളതാ. അല്ല, അതിപ്പോ കയറ്റിച്ചോ. പെട്ടി തടി തളിക്കുള്ളൂ. ഇത് വരാ. അമ്മ തുടക്കിയിട്ടുണ്ട്. നീ ഫാൻ അടയ്ക്കാൻ എന്ത് ചെയ്യും? ഇഞ്ചി തുടങ്ങിയോ? പെയിന്റ് അടിക്കണം ഗൈസ്, അല്ലാണ്ട് ഒരു നിർത്തിയില്ല. പക്ഷെ പെയിന്റ് അടിക്കണമെങ്കിൽ പിന്നെ മൂത്ത പണി ചെയ്യണം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് മതിയില്ലേ? ഇനി എന്താ? ലാപ്പിന്റെ സാധനം. ആ ശരി, എന്നാ ഇവിടെ ഉണ്ടല്ലേ. ആ അവളെ വരയ്ക്കണുണ്ട് ശരിയല്ലേ? വരച്ചത്
എന്ത് ചെയ്യാൻ? അതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഞാൻ പണിക്ക് പോവുക? സമയം ഇപ്പം എത്ര മണി കയറിയ? എപ്പോൾ തുടങ്ങിയെന്നറിയാം? പുലർച്ചയ്ക്ക് തുടങ്ങി. കണ്ടോ നിങ്ങൾ നേരത്തെ നിച്ചുണ്ടേ അമ്പടി കഴിഞ്ഞു. ഇവിടെയൊക്കെ ഒന്ന് തുടക്കട്ടെ. ഇനി അച്ഛൻ ഒറ്റയ്ക്ക് എടുക്കും നരികൊണ്ട്. ഓളാരാ മോള് എന്നറിയാം നമുക്ക്. നിങ്ങൾ ഞാൻ വൈകുന്നേരം വരുമ്പോൾ വീട് മറിച്ചിട്ടുണ്ടോ? അങ്ങനെ ഫ്രണ്ട്സ് അത് കഴിഞ്ഞപ്പോൾ നേരെ ജസ്റ്റ് ഒന്ന് അടിച്ച് വരണുള്ളൂ കേട്ടോ. അതൊന്നല്ല അടിച്ച് വരല്, ഇനി കൊണ്ട് അടിച്ച് വരാനും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽമേൽ എന്തോ ആവുന്നു. അപ്പം അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കാൻ വിചാരിച്ചു. ഇതെന്താ പറയുക, പാത്രം കട്ടിൻ്റെ അടിയിൽ നിന്ന് തന്നെ അത് അതിൻ്റെ ആ മേശേൻ്റെ ഉള്ളിൽ വെച്ചിരുന്നു. അത് അപ്പുറത്ത് കൂടെ താഴത്തേക്ക് വീണു. അതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് എന്താ പാത്രമൊക്കെ കട്ടിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത് അങ്ങനെ വിചാരിക്കരുത്. അത് അവിടെ വെച്ചതായിരുന്നു, എൻ്റെ മേശേൻ്റെ ഉള്ളിൽ വെച്ചതായിരുന്നു. അപ്പം അത് അങ്ങോട്ടേക്ക് വീണ് പോയതാണ്. അപ്പം ഞാൻ പിന്നെ ചൂലുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ ഈ ഒരു അടിച്ച് വാരൽ കഴിഞ്ഞിട്ട് വേണം അടുത്ത പണിയിലേക്ക് പോയി. അങ്ങനെ ഇതേൻ്റെ നെക്സ്റ്റ് പണി വെച്ചാൽ എൻ്റെ മേശ. ഞാനിതിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ വോയിസ് ഞാൻ അപ്പം തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഞാനത് ഡാറ്റ എന്താ വെച്ചാൽ കുറേ വിശദീകരിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതാക്കണം. പിന്നെ കുറേ കൊതുണ്ടായിരുന്നു, കൊതുവിനെ തച്ചും ഇതാ പണിയാക്കുന്നത്. പിന്നെ ഏച്ചിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് എൻ്റെ തൊപ്പിയിലൊക്കെ കണ്ട ഭയങ്കര അഴുക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു, പൊടി പിടിച്ച് പോയി. എത്ര തുടച്ചാലും ഇവിടെ പൊടി വേഗം പിടിക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ വൃത്തിയാക്കി. പിന്നെ വളേൻ്റെ പാത്രം തേണ്ടി കിടക്കുന്ന എൻ്റെതാ ഈ ഓരോരോ ചെറിയ ചെറിയ ക്ലിപ്പുകളുണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോന്ന് വൃത്തിയാക്കുമ്പോൾ ഓരോ മൂലയിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെ അതെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ മിക്കി മൗസിൻ്റെ പോലത്തെ അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു പാത്രമാണ്. ഇതിലെൻ്റെ എല്ലാ ആഭരണങ്ങളും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ മുകളിൽ വേണ്ടാത്ത കുറച്ച് സാധനം ഉണ്ടായിരുന്നു, അത് അമ്മ എടുത്തോണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം തുടച്ച്. അങ്ങനെ അടുത്ത് ഞാൻ ഉള്ളിലേക്ക് ഞാൻ കയറി. ഉള്ളിൽ വൃത്തിയാക്കണമല്ലോ. അങ്ങനെ ഇതൊക്കെ വൃത്തിയാക്കി. ലൈറ്റിൻ്റെ സംഭവമാണല്ലോ, അത് ഞാൻ ഒരു സംഭവം ഐഡിയ കിട്ടിയപ്പം ഞാൻ അത് വേറെ രീതിയിൽ ഞാനാക്കി. കണ്ട ഗൈസ്, ഇതിൽ പൊടി. ഇനി ഇത് തുടച്ചിട്ട് വേണം ഇതിൽ വേറൊരു പരിപാടിയാക്കാൻ. തുടച്ചെടുത്തിട്ട് കുറച്ച് ദിവസമായി ഇതിങ്ങനെ കിട. അപ്പം എന്തെങ്കിലുമൊക്കെ ഇതിലാക്കണം എന്നുള്ള എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ ഫുഡ് കഴിക്കുന്ന മേശയില്ലേ, അതിൻ്റെ അടിയിൽ വെക്കുന്ന സാധനമാണ് ഇത്. പക്ഷെ നമ്മളവിടെ വെച്ചാൽ അത് ഉരുണ്ട് കൂതാഴത്തേക്ക്. അപ്പം നമുക്ക് ഇതിൽ ഞാൻ ഇപ്പം തോന്നിയ ബുദ്ധി കേട്ടോ അതിലിടാൻ. ഇതിട്ടൊക്കെ നമുക്ക് എന്താവോ എന്തായാലും ജസ്റ്റ് ഇട്ട് നോക്കാം. ട്രൈ ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. എന്തായാലും അതങ്ങനെ കിടക്കില്ലല്ലേ. നമുക്ക് ഇങ്ങനെയൊക്കെ പണ്ടാറം പറഞ്ഞ ഇതിങ്ങനെ എടുക്കുന്നതിന് കയ്യിലിട്ടാൽ പോരെ. സ്വന്തമാകത്തേക്ക് പോയിക്കുമ്പോൾ കടിച്ച് വരുമ്പോൾ നമുക്ക് വാവ്. നമുക്ക് ഈ സാധനം എടുത്തിട്ട് ഇറക്കി വെക്കാം. ഇവിടെ വെക്കാം. ശരിക്കില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുഴിയിലാക്കിയിട്ട്, കാരണം അത് വികാണ്ട രീതിയിൽ ഓക്കെ അല്ലേ? ഓക്കേവാ, സെറ്റ്. ഇത് വേണമെങ്കിൽ അയ്യോ വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ വെക്കാൻ പാടില്ല. പക്ഷെ ഇല്ല, ഇത് വെച്ചിട്ട് കാര്യമില്ല, അത് കാണത്തില്ല. സോ നോട്ടം മതി. ഓക്കെ, നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. തൽക്കാലത്തേക്ക് ഇവിടെ നോട്ടെ, ഇവിടെ ടെടി വരുന്നവരെ അവിടെ നോട്ടെ. ഇത് അമ്മൻ്റെ അല്ല അച്ഛൻ്റെ ഉള്ളത്, ചേച്ചീൻ്റെ ആണ്. ചേച്ചി എനിക്ക് തന്നു. സോ ഇത് ഞാൻ കൈവരിച്ചു. ഇതൊന്നും വേണ്ട നമ്മളെ
ഞാൻ താഴത്തിരുന്നൊന്നും വേണ്ട. ഓക്കെ ഓക്കെ മമ്മ. ഇത് നമുക്ക് നല്ലൊരു സാധനത്തിൽ വെക്കണം, കാരണം അത് പൊട്ടിപ്പോയാൽ അതോടെ തീർന്നു. അങ്ങനെ വേണ്ടേ ഇതാ പാത്രത്തിലാണ് ഞാൻ ആ കമ്മൽ സേഫായിട്ട് വെച്ചു. കാരണം അത് വേഗം വലുതായതുകൊണ്ട് അത് മടങ്ങി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. ഇത് ചേച്ചീൻ്റെ ഫോൺ കവറായിട്ടാ, കണ്ണാടി പോലത്തെ ഫോൺ കവർ. വാവും. അങ്ങനെ ഇതിൻ്റെ +1 +2 പൗച്ചാണ് ഗൈസ്. അതിലെല്ലാം 2 ഉണ്ട്. പൗഡർ ആൻഡ് കൺസീലർ നമുക്ക് മൂടിയിട്ട്, ഇതാണ് എൻ്റെ ബോക്സ്. ഇതിലിട്ടൊക്കെ ഇതിൽ ഓരോ പാട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് എനിക്ക് ക്രിസ്മസിന് എന്തിനും കിട്ടിയതാണ്. പക്ഷെ ഇതൊക്കെ പൂപ്പൽ പിടിച്ചു പോയിട്ടാ, ഫുള്ള് കണ്ട. ഇതൊന്ന് തുടച്ചെടുക്കട്ടോ ഗൈസ്. യെസ്, ക്ലീൻ ആക്കി ഗൈസ്. ഇനി നമുക്കിത് തൽക്കാലം ഒന്ന് പുറത്ത് വെക്കാം. അങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു. ഓരോ നാണയം കിട്ടുന്നുണ്ട് ഇടയ്ക്ക്. അതിനകത്ത് ഡ്രോ സെറ്റാക്കി. ഇതെന്താ സാധനം? ഇത് ഫാനാണ് കേട്ടോ ഗൈസ്. ഇത് ഫാനാണ്. ഇത് നല്ല ഉപകാരപ്പെടും കറണ്ട് ഇല്ലാത്തപ്പോൾ. 2 ഇതിപ്പോൾ എത്ര കൊല്ലമായെന്നറിയോ അത്? പക്ഷെ യൂസ് ചെയ്യുന്നത് എക്സ്പയറി ഡേറ്റ് 2027 ആട്ടോ. അപ്പോൾ അടുത്ത കൊല്ലം വരെയെങ്കിലും യൂസ് ആക്കാം. 4/14 ഏപ്രിൽ വരെ ഇത് യൂസ് ആക്കാം ഈ ഒരു സാധനം. ഇത് ഞാൻ എപ്പോൾ മേടിച്ചു വെച്ചാൽ എൻ്റെ സിസ്റ്ററെ കല്യാണത്തിന്, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോളെ കല്യാണത്തിന് മേടിച്ചത്. 3 കൊല്ലം 2 കൊല്ലം അങ്ങനെ എന്തോ ഇത്രയായി. ഞാൻ കൊണ്ട് നടക്കും. എൻ്റെ കണ്ണാടിയൊക്കെ പോയി, പക്ഷെ നാളെ ഞാൻ കാടി തരാൻ തോന്നുന്നു. പക്ഷെ ഞാൻ അത്ര യൂസ് ആക്കലൊന്നുമില്ല. അങ്ങനെ യൂസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുഞ്ഞ് സാധനം കേട്ടോ, അങ്ങനെ യൂസ് ആക്കിയിട്ടൊന്നുമില്ല. ഇങ്ങനെ തന്നെ എടുത്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് തടച്ച് കൊടുത്തേക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന സാമാനം ഒന്ന് ഇത് അതിൻ്റെ മൂലയിൽ വെക്കാം. എന്നിട്ട് ഞങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഒരു ഡയറി ഉണ്ട്, അത് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ. അത് ലാസ്റ്റ് ഇതിൻ്റെ സാധനം ഇവിടെ ഈ മൂലയിൽ വെക്കാം. ഇത് ഇവിടെ വെക്കാം. പിന്നെ ഇത് ഇവിടെ വെക്കാം. ഇവിടെ നോട്ടോ, ഇത് അങ്ങോട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. ഇതിലൊന്നുമില്ല, എന്നാലും എടുത്ത് വെക്കില്ല, കളയുന്നു. ഇപ്പം ഈ ഒരു ഭാഗം ഫുൾ ഫിനിഷ് ആവുകയാണ്. ഇത് പൊന്തിച്ചാൽ അറിയാം. കൈക്കുടി. പക്ഷെ സാരമില്ല, പണിയെടുക്കുമ്പോൾ എല്ലാത്താക്കിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയപ്പോൾ എൻ്റെ ഈ കൈ ഇങ്ങനെ ആയിപ്പോയി. അപ്പം അതിലേക്ക് അമർന്നു, കണ്ട, അമർന്നു പോയി. ഇത് അടയൂല, കാരണം ഇതൊരു ദിവസം ലോക്കായിട്ട് ഇവിടെ പൊട്ടിച്ചതാ. കണ്ടോ, ഇത് പൊട്ടിച്ചിട്ടാണ് ഇത് തുറന്നത്. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ചെയ്താൽ ഇനി ഗൈസ് നമുക്ക് നല്ല കിട്ടിയ ട്രോഫി അത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറും.
കയറൂല. പക്ഷെ അവിടെ വെച്ചാല് മെയിനായിട്ട് പൊടി വരും. പക്ഷെ എനിക്ക് എൻ്റെ ടെടി വെക്കാനുള്ളത്, അതുകൊണ്ട് അത് അവിടെ വെച്ചാൽ ശരിയാവത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് അവിടേക്ക് കൊണ്ടുപോകേണ്ട സാധനമാ. സന്തോഷം പിടിച്ചു ഗൈസ്. അതാ എനിക്ക് ഡാൻസ് സമ്മാനം കിട്ടിയട്ടാ, ഫുള്ള് പൊടിയായി വിടും. അത് അവിടെ വെച്ചായിരുന്നു, അതുകൊണ്ട് അപ്പം പൊടി. നമുക്കതൊന്ന് തുടച്ചെടുക്കാം. ഇതെന്താ അറിയോ, ഞാൻ അർച്ചനാന്ന് ഇവിടെ എഴുതിച്ചത് നിൻ്റെതാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അർച്ചന എഴുതിച്ചതാ. ഇത് കയറോ? ഇത് കയറും? ഇല്ല, രണ്ടും കയറില്ല. അപ്പം നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ വെക്കാം. ഇത് എത്രയല്ലേ കിട്ടിയത്? 2023 കിട്ടിയ സമ്മാനമാണ് എൻ്റെ ബാഗ്. ഓക്കെ, ഇപ്പം ഗായ്സ് നമുക്ക് ഇനി ഇവിടെ വൃത്തിയാക്കാം. അമ്മ വിളക്കെത്തിക്കാൻ പോയി, കാരണം ഇനിയിപ്പോൾ ലേറ്റ് ആവാം, അമ്മ പണിക്ക് പോവാണ്. അപ്പം പവർ ബാങ്ക് പുതിയൊരു വിരി ഇരിക്കണേ. അത് ഏതെങ്കിലും ഒരു വിരിയില്ലേ, പഴയതുണ്ടാവും അതെടുത്തിട്ട് വെച്ചില്ലേ. നമുക്ക് ഇതിൻ്റെ മുകളില് മൈക്ലേപ്പ് ഇനിയും ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഇനിയും ഉണ്ടാവും സാധനങ്ങൾ ഓരോന്നും. ഇനി കറക്റ്റ് ഒന്ന് കെട്ടിയിടാം. ഓക്കെ, അങ്ങനെ തേണ്ടേ കെട്ടിയിട്ട് കഴിഞ്ഞ് തേണ്ടേ ഞാൻ തുടയ്ക്കുന്നു. ജനവാതിൽ ഫുള്ള് നല്ല പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം വൃത്തിയാക്കി എടുത്ത് തുടയ്ക്കുകയാണ് ഓരോ മുക്കുമൂലയും ഗൈസ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓരോന്നും കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് തുറന്നിട്ട് എനിക്ക് അപ്പുറത്ത് കൂടെ ഇതാക്കാൻ പറ്റില്ല, കാരണം അപ്പുറത്ത് കാടാ ഫുള്ളും. അപ്പം തുറന്ന് അത് അപ്പുറത്ത് കൂടെ പോയിട്ട് തുടയ്ക്കാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ട് ഞാൻ തുടച്ച് അങ്ങനെ ഈ പണി കഴിഞ്ഞപ്പോൾ അത് അടുത്ത പണിയിലേക്ക് പോയി. ഗൈസ്, നമുക്ക് ഇവിടെ വൃത്തിയാക്കാം കേട്ടോ. ഇത് നമുക്ക് ഫുള്ള് വേറെ തുണി ഉണ്ടമ്മ, ഇത് വൃത്തിയാക്കാം. അതല്ലാണ്ട് അങ്ങനെ അതേണ്ടേ ഞാൻ ഓരോന്നെടുത്തെടുത്ത് ഇങ്ങനെ കട്ടുമ്പിലേക്ക് ഇങ്ങനെ ഇടുന്നു. കാരണം അവിടെ ഫുള്ളും പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കട്ടുമ്പല ഇനിയിപ്പോൾ ഏതായാലും തട്ടാനൊക്കെ ഉള്ളതല്ല, അപ്പം പിന്നെ അതുകൊണ്ട് നേരെ കട്ടുമ്പലേക്ക് ഇട്ടു. എന്നിട്ട് അവിടേക്കൊന്ന് തട്ടി തുടച്ചിട്ടാണ് ഞാൻ പിന്നെ രണ്ടാമതും അത് തുടച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത് അതൊക്കെ ഓരോന്ന് എടുത്തെടുത്ത് ഞാൻ തുടച്ചെടുത്ത് കയറ്റി വെച്ചു. ആ പാട്ട് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ, അത് ചേച്ചീൻ്റെ പെയിൻ്റ് ഉണ്ട് അതിൽ. അപ്പം അതങ്ങനെ വെച്ചതാണ്, കട്ടയായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആക്കിയതാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ചേച്ചീൻ്റെ 10th ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ. പിന്നെ ഇതൊക്കെ ഷോക്കി വെച്ചേട്ടാ. ആ ഇത് കണ്ടോ, മൊബൈൽ കവർ കണ്ടോ ഫുള്ളും, അതിൻ്റെ ഏട്ടൻ്റെ മൊബൈൽ കവറാണ്. ഫുള്ള് സാമാനം അടുത്തയിലേക്ക് പോയി, അടുത്ത സെറ്റിലേക്ക്. അങ്ങനെ അടുത്തയിൽ ഇതാ ഓരോ ഫോട്ടോസ് ഇങ്ങനെ തുടച്ചിട്ടാണ് എടുത്തേക്കണത് കേട്ടോ. ആ ഫോട്ടോസ് മാത്രം എന്തോ അപ്പം എനിക്ക് തുടയ്ക്കാൻ തോന്നി, ഞാൻ അപ്പം തുടച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്കൊക്കെ വെക്കണത്. കഴിഞ്ഞതേണ്ടേ ഞാൻ രണ്ടാമതും തുടയ്ക്കുന്നുണ്ട്, കാരണം പിന്നെയും വേടിയായിട്ട് ഞാൻ രണ്ടാമതും തുടച്ചിട്ടാണ് ഞാൻ പിന്നെ അവിടേക്ക് ഇങ്ങനെ ഓരോ സെറ്റായിട്ട് ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ ഗൈസ്, ഇപ്പം നിങ്ങൾ വിചാരിക്കും അച്ഛൻ്റെ ഫോട്ടോ ഇല്ലല്ലോ ഫ്രെയിമെന്ന്. അച്ഛൻ്റെ മര്യാദയ്ക്കുള്ളൊരു ഫോട്ടോസ് ഇല്ല കൈമിൽ. പിന്നെ ഇതൊക്കെ ഗിഫ്റ്റ് ഓരോരുത്തർക്കും കിട്ടി ഗിഫ്റ്റുകളാണ്, ഐ മീൻ ഫ്രെയിം. ഇന്നത് മാത്രം ഞാനായിട്ട് ഒറ്റയ്ക്ക് ചെയ്താട്ടോ, എനിക്ക് പറഞ്ഞാലും ആരും തന്നില്ല. സോ ഞാനായിട്ട് തന്നെ പോയിട്ട് ഫ്രെയിം ഉണ്ടാക്കി, ചെറിയൊരു ഫ്രെയിം ഉണ്ടാക്കി. അങ്ങനെ എന്താ അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്ന് എന്തോ എടുക്കാൻ വന്ന്, അമ്മയെ പണിക്ക് പോകാനായല്ലോ. അപ്പം അന്നേരം അമ്മ വേഗം വന്ന് എന്തോ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് പിന്നെ ഞാൻ മൂന്നാമത്തെ സ്ഥലത്തെത്തി, അവിടെ ഞാൻ വൃത്തിയാക്കാൻ പോയി. ഞാൻ വരുമ്പോഴേക്ക് ഇതൊക്കെ ഫിനിഷ് ആക്കണേ. അതൊക്കെ ആക്കിയിരിക്കില്ല ഗായ്സ്. നമുക്ക് ഞാൻ ഇപ്പം തന്നെ വേർത്ത് കുളിച്ചു, ക്ഷീണിച്ചു ഗായ്സ്. ഇത് ഇവിടെ തന്നെ വെക്കാം. ഞാനോ എപ്പോഴാണ്ട് തുടങ്ങിയത്, കുറച്ചേ തുടങ്ങിയ ഞാൻ ക്ഷീണിച്ചു, എനിക്ക് വയ്യ, എനിക്കിന്ന് മടിയാണ്. ഇതമ്മൻ്റെ ക്രീം നമുക്കിവിടെ വെക്കാം. നമുക്കിവിടെ വെക്കാം.
ഈ ചീർപ്പ് നമുക്ക് ഇവിടെ വെക്കാം. കാരണത്തൊന്നും അത്ര ഇല്ല. അപ്പം നമുക്ക് സെറ്റിംഗ് സ്പ്രേ ഓക്കെ ഇതിവിടെ അമൃതാജ എന്തായാലും ഇതെന്തായാലും അമൃതാജോ അങ്ങനെ എന്തോ ആണ്, ഏതൊരു ജോആണ് വിക്സ് മതി അങ്ങനെ എന്തോ സംഭവമാണിത്. പക്ഷെ ഇത് അത് അമൃതാജനാ, അമൃതാജനല്ലേ എനിക്കറിയില്ല. നല്ല സാധനമാണ് കേട്ടോ അത്. ഇതൊന്നും നമ്മുടെ അവിടെ വെച്ചാൽ നോക്ക്. അത് കഴിഞ്ഞതാ, അത് ജനല് അത് കഴിഞ്ഞു. നമുക്ക് ഈ ഫാന് മറന്നു വരുന്നേ ലാസ്റ്റ്. കസാര ഇടുക. അല്ല വേണ്ട, ഇത് നീക്കിയിടുക അങ്ങോട്ടേക്ക്. നീക്കാൻ തന്നെ വയ്യേ. നമുക്ക് ഇതിന്റെ അടിയിലുള്ളത് വലുതായിട്ട് അടിയിലൊന്നും ഇല്ല, അത് ഞാൻ നിങ്ങൾ കാണിക്കുന്നില്ല. ഞാൻ എന്നെ വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പോകുന്നു. പിന്നാണ് തപ്പില്ലേ നമുക്ക് ഈ മേശയിലേക്ക് കിടക്കാം ഗൈസ്. ഈ മേശയിലേക്ക് കിടക്കുന്നതാണ്. കാരണം ഇതിന്റെ മുകളിൽ കണ്ടില്ലേ ശടപട 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 എന്ന് പറഞ്ഞ ആ സാധനങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ അമ്മ വന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്ന മേക്കപ്പ് സാധനങ്ങൾ. എന്നിട്ട് ഇതാ പൗച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ കിട്ടുന്നു. അത് ഞാൻ എടുത്ത് അവിടെ വെക്കുന്നു, ചാർജർ മാറ്റുന്നു. ഓ എൻ്റെ അമ്മ ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയിട്ട് ചാർജർ ഏതാ ഗൈസ്? അമ്മ പോകാൻ പോണത് കുറവാന്തി ഗൈസ്. എന്റെ ഷാമ്പു അമ്മ പോവാണ് ഗൈസ്. അമ്മ ടാറ്റ പറഞ്ഞോളൂ. അമ്മ പോയി. ഇനി നമുക്ക് വാതിൽ കുറ്റിട്ട് വരാം. വാതില് കുറ്റിട്ട് വരാം ഗൈസ്. ഈ വീടിന്റെ അവസ്ഥ കാണുമ്പോ എനിക്ക് തന്നെ എന്തോ തോന്നുന്നു. അങ്ങോട്ടേക്ക് ഇതൊന്നും അല്ല, അങ്ങോട്ടേക്കൊക്കെ കാണണം ഗൈസ്. അയ്യോ എന്ന് ഞാൻ ചത്ത് ഗൈസ്, ചത്തു. അങ്ങനെ ഫ്രണ്ട്സ് ഇതാ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വെക്കുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാൻ. അങ്ങനെ ഇതാ തുടയ്ക്കലും തുടങ്ങി സ്റ്റാർട്ടായി കാശ്. അങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ട് ഇത് അമ്മേൻ്റെ ബോക്സ്, ഇത് അമ്മേൻ്റെ ബോക്സ്, പിന്നെ അടുത്തത് ഇതിൻ്റെ ബോക്സ് ഗൈസ്. അങ്ങനെ അതവിടെ വെച്ച് ഇസ്തിരിപ്പെട്ടി മുകളിലേക്ക് വെച്ചു. അങ്ങനെ ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് പണി അലമാര. 2 അലമാര വൃത്തിയാക്കണേ. 2 അലമാര ഞാൻ അതാ ഇങ്ങനെ തുടച്ചിരിക്കുന്നു. പിന്നെ ഗൈസ് അതിൻ്റെ അലമാരേൻ്റെ ഉള്ളിൽ കാണാത്തതാണ് നല്ലത്. നിങ്ങൾക്കും നല്ലത്, എനിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ഫാൻ വൃത്തിയാക്കാം. എങ്ങനെയൊക്കെയോ ഞാൻ നിന്നിട്ടൊക്കെ ആ ഫാൻ തുടയ്ക്കുന്നത് എൻ്റെ പൊന്നോ, അത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാഞ്ഞത്. ഞാൻ തുടയ്ക്കുന്ന ഭാഗം മാത്രം എടുത്ത് കാട്ടി തന്നത്. അങ്ങനെ ഗൈസ് നമുക്കതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് വിരിക്കണം. വിരിക്കില്ല, അതിൻ്റെ മുന്നേ ആ കിടക്ക ഒന്ന് നമുക്കൊന്ന് താഴത്തേക്ക് വെക്കണം. അപ്പോൾ ഗൈസ് ഇതാണ് റൂം. കുഞ്ഞു റൂമാട്ടോ. കുഞ്ഞു റൂമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ കടക്കൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടാം. അങ്ങനെ ഗായ്സ് ഞാൻ അടിച്ച് വാരിയിട്ട റൂമിൽ, ബട്ട് ആ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി ഗായ്സ്. അങ്ങനെ ഞാൻ ഇതാ ചണ്ടി വാരിയിട്ട് ഞാൻ ആ ഒരു കവറിലേക്ക് ഇട്ടിട്ട് കവർ ഇതാ കൊണ്ടുപോയി കളയാൻ പോവാണ് ഗായ്സ്. നമുക്ക് തുടയ്ക്കാം. ഓക്കെ, ഓരോ മുക്കും മൂലയും നമുക്ക് തുടയ്ക്കാം. ഓക്കെ. അങ്ങനെ ഫ്രണ്ട്സ് ഇതേൻ്റെ തുടക്കലും കഴിഞ്ഞു. ഇനി നമുക്ക് വിരിക്കാം. ഹലോ ഗായ്സ്, അപ്പം ഞാൻ നിങ്ങൾക്ക് കാട്ടി തന്നത് റൂം മാത്രമുള്ള ക്ലീനിങ് മാത്രമേ കാട്ടി തന്നുള്ളൂ. റൂമത്തെ എന്തൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ കാട്ടി തന്നുള്ളൂ. ഇവിടുത്തെ ഡൈനിങ്ങത്തെ ഞാൻ കാട്ടി തന്നില്ല. കാരണം എന്താ വെച്ചാൽ ഹോം ടൂർ ഞാൻ കാണിച്ചില്ലല്ലോ. ഓൾറെഡി ഞാൻ ഹോം ടൂർ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം
പിന്നെ അതുമല്ല ഒരുവിധം ഈ ജനവാതിൽ ഇതൊക്കെ അമ്മ ക്ലീൻ ചെയ്താട്ടോ. ക്ലീൻ ചെയ്തിട്ട് അമ്മ പോയത്. കൊലായി ഫുള്ള് അച്ഛൻ നല്ലോണം കഴുകി തുടച്ചിട്ടാണ് കൊലായി തുടച്ചിട്ടാണ് അച്ഛൻ പോയത്. പിന്നെ ഇവിടുത്തെ മാറാല് അച്ഛനാണ് തട്ടിയത്. പിന്നെ അതിൽ ഞാൻ ചെയ്തതൊന്നുമില്ല. ഞാൻ ചെയ്തെന്ന് വെച്ചാൽ മെയിൻ പണി അടിച്ച് വാരി തുടക്കിയത്. അമ്പോ ഞാൻ എങ്ങനെയൊക്കെ എത്ര വട്ടം ഞാൻ തുടച്ചെന്നറിയാം. ഈ ഇതൊന്ന് വെളുപ്പിക്കാൻ വേണ്ടി, ഈ ടൈലൊന്ന് ഞാൻ വെളുപ്പിക്കാൻ വേണ്ടി ഞാൻ കാട്ടിത്തരാം ഗൈസ് നിങ്ങൾക്ക്. ഇതൊക്കെ ഈ നില ഞാൻ വെളുപ്പിക്കാൻ പെട്ട പാട് എനിക്കേ അറിയുള്ളൂ ഗൈസ്. എനിക്കേ അറിയുള്ളൂ. ആ ഒരു ഇത്രയും ഞാൻ വെളുപ്പിച്ചത് ഇങ്ങനെ അല്ലായിരുന്നു ഇതിൻ്റെ നിലം വെച്ചാൽ ഭയങ്കര മോശമായിട്ടായിരുന്നു ഇതിൻ്റെ ഇവിടെ. കാരണം അങ്ങോട്ട് പുറത്തുനിന്ന് അങ്ങോട്ട് കയറി ഇറങ്ങി ഫുള്ള് ചളി ബിളി കാര്യങ്ങൾ, അടുക്കള വെച്ചാൽ അതിനും അലമ്പായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത ഞാനാട്ടോ. നമുക്ക് ഈ ഒരു ഇത് സെറ്റ്, എനിക്ക് വിശന്നിട്ട് അയ്യോ എൻ്റെ കൈയൊക്കെ ചോന്നാട് കേട്ടല്ലേ, ചോന്നാട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കിടക്ക് വൃത്തിയാക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് റൂം വൃത്തിയാക്കിയതിൻ്റെ ഒരു ഇത് ഞാൻ വീഡിയോ എടുക്കാം. അതോടെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം കാണാം. ഓക്കെ, നമുക്കിത് അത് സെറ്റാക്കാം. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ റൂം വൃത്തിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. കാട്ടിത്തരാം. നോക്ക് ഗൈസ്, റൂം വൃത്തിയാക്കി ഫുള്ള് ഒതുക്കി വെച്ചു. ഫൈനൽ ലുക്ക് കണ്ടോ ഗൈസ്, ഫൈനൽ ലുക്ക്. ഇതാ നമ്മുടെ ടെഡി കണ്ടോ, ടെഡീനെ ഫുള്ള് അമ്മ തിരുമ്പി. പിന്നെ എൻ്റെ മേശ കണ്ടോ, മേശൻ്റെ ഉള്ളിൽ. അപ്പം ഗൈസ് ഇതാണ് നമ്മളുടെ റൂം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചേക്കേ. അപ്പം ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.